ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയറക്ടർ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ 4 തരത്തിലുള്ള സ്ലീവുകൾ പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഡെയറക്ടർ വന്നിട്ടുള്ളത്. ഇതിൽ 3ഉം ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള സ്ലീവാണ്. ഒരെണ്ണം മാത്രം നമ്മൾ ഞൊറിവ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്ലീവിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ റൗണ്ട് കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്, കാരണം നമുക്ക് ചുരുക്കിടാൻ വേണ്ടി ഉള്ള ഫാബ്രിക്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു വെച്ച് കൊടുക്കുക. പ്രഷർ ഫുട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം ആ ഒരു ഫ്രണ്ട് ഭാഗം ഒന്ന് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നമ്മുടെ സൂചിയുടെ ബാക്കിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഷർ ഫുട്ടിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലൊരു പിന്ന് ഊത്തി കൊടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ ഇടുന്ന പോലെ ത്രെഡൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് റഫായിട്ടൊരു ക്ലോത്തിൽ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ പീസിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞൊറിവിടാനുള്ളത് കാരണം തന്നെ സ്ലീവിൻ്റെ റൗണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. അതിനുശേഷം സ്ലീവിൻ്റെ റൗണ്ട് ഭാഗത്ത് വെറുതെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്ന് വെച്ചതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ചെറിയ ചുരുക്കുകൾ കിട്ടും. കണ്ടോ? ഇതല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് കൊടുത്ത് പിന്നെ വലിച്ചൊക്കെ എടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രഷർ ഫുട്ടൊക്കെ വേറെ വാങ്ങിക്കണം കേട്ടോ. ഇതൊരു നല്ല ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് ആ പിന്നങ്ങ് മാറ്റാം. ഇതിപ്പോൾ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡാണ് ഇരിക്കുന്നത്. മോശം ഭാഗത്ത് ഇതുപോലെ ആ ഒരു പീസ് വെച്ചിട്ട് പീസിൻ്റെ നല്ല ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ റോങ് സൈഡിൽ വെച്ചിട്ട് ചീത്ത ഭാഗത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്ക് ടേൺ ചെയ്യാനാണ് കേട്ടോ ഇത്. നമ്മൾ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തു. ഇനി സ്ലീവിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇത് ടേൺ ചെയ്ത് ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് നമ്മളൊരു ലേസ് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ ഞാൻ ആ ഒരു അളവിൽ ലേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലേസ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അവിടെ വെച്ചതിന് ശേഷം ലേസിൻ്റെ മുകളിലേക്ക് നമ്മൾ ടേൺ ചെയ്തെടുത്ത ആ ഒരു പീസ് ഒന്ന് മടക്കി ഒന്നുകൂടി മടക്കി ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്ലീവിൽ ത്രൂ ഔട്ട് ചെയ്യുക. സ്ലീവിൽ മാത്രമല്ല, ഫ്രോക്കിലും ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇതുപോലെ ലേസും വെച്ച് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ലേസും ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് ട്രിം ചെയ്ത് കളയാം. അതിനുശേഷം നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് രണ്ടായിട്ട് മടക്കി സാധാരണ നമ്മൾ നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഓൾട്ടർ ചെയ്യുന്ന പോലെ നമ്മുടെ കറക്റ്റ് അളവിന് അത് ഫിറ്റിങ്സിന് അത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയാണ് കാണാൻ. ഏത് ഡ്രസ്സിൽ വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ, ഈ ഒരു സ്ലീവ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിക്കാം കേട്ടോ. ഒപ്പം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടേക്കുക. രണ്ടാമത് ഞാൻ എടുക്കുന്ന ഒരു ഫുൾ സ്ലീവ് ആണ്, അതുകൊണ്ട് തന്നെ ലെങ്ത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ലീവ് റൗണ്ടും ഇലാസ്റ്റിക് ഇടുന്നത് കൊണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. 20 ഇഞ്ചിൽ വീതിയിലാണ് ഞാൻ ഇതിൻ്റെ സ്ലീവ് റൗണ്ട് എടുത്തിട്ടുള്ളത്. കാരണം ഇലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ചുരുക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഫാബ്രിക് നമുക്ക് ആവശ്യമാണ്. ഇനി ആദ്യം അത് ഒന്ന് മടക്കി ഒന്നുകൂടി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1.25 1.5 1 ഇഞ്ചിലൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇലാസ്റ്റിക്കുള്ള സ്ലീവ് ആകുമ്പോൾ താഴെ കുറച്ച് വീതിയുള്ള പടി വരുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കാനുള്ള ലൈൻസ് ഇട്ട് കൊടുക്കാം. ഈ ലൈൻസിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഓരോ 2 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കണം എന്നേ ഉള്ളൂ, എന്നാലൊരു നീറ്റ് ലുക്ക് കാണത്തുള്ളൂ. ഞാനിവിടെ ഒരു ഏകദേശം 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ആണ് ഇതുപോലെ 5 ലൈൻസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ വേണ്ടിയാണ് വൺ സൈഡ് വരയ്ക്കുന്നത്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി നീട്ടി വരയ്ക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്ര ലൈൻസ് കൊടുക്കാം. ഈ ഒരു സ്ലീവിന് ഞാനിപ്പോൾ 5 ലൈൻസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് പിന്നിൻ്റെ ട്രിക്കാണ് കേട്ടോ. ഇതും കുറച്ച് പേർക്കൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ക്ലാരിറ്റി ശരിയായില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. നമ്മൾ പ്രഷർ ഫുട്ട് ആദ്യം ഇതുപോലെ അഴിച്ച് മാറ്റിയിട്ട് ഒരു പിന്നെടുത്ത് വെക്കുക. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സേഫ്റ്റി പിന്നിനേക്കാളും 2 സൈസ് വലിയൊരു പിന്ന് നമ്മൾ എടുത്ത് വെക്കുക. അതിനുശേഷം സാധാരണ ത്രെഡ് ഇടുന്ന പോലെയൊക്കെ തന്നെ സൂചിയിൽ നൂലിട്ടിട്ടുണ്ടാവണം. അതിനുശേഷം പ്രഷർ ഫുട്ട് വെച്ച് സ്ക്രൂ മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യാതെ കുറച്ച് ഭാഗം മാറ്റി ലൂസാക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു പിന്നിട്ടിട്ട് പിന്ന് ക്ലോസ് ചെയ്തു. പിന്നിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ആ സ്ക്രൂവിൻ്റെ അടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലരുടെ പ്രഷർ ഫുട്ടിൽ ഇതുപോലെ ഫ്രണ്ടിൽ കമ്പി ഉണ്ടാവില്ല. കമ്പി ഉള്ള പ്രഷർ ഫുട്ടാണെങ്കിൽ ആ കമ്പിയുടെ താഴെയായിട്ട് ആ പിന്നിൻ്റെ ബാക്കിലെ ഹോള് നിൽക്കണം കേട്ടോ. അതിനുശേഷം സാധാ ത്രെഡ് ഇടുന്ന പോലെ നമ്മൾ ത്രെഡ് ഇട്ടു. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ ഈ ഒരു സ്ലീവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പിന്നിൻ്റെ ഹോളിൽ കൂടി കയറാനായിട്ട് നമ്മളത് കോർണറായിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സാധാ നൂലിടുന്ന പോലെ തന്നെ പ്രഷർ ഫുട്ടിൻ്റെ താഴത്തേക്ക് ആ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മൾ വരച്ച ലൈൻസിൽ കൂടി ഈ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോവില്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു പിന്ന് യൂസ് ചെയ്യുമ്പോൾ. അതല്ലെങ്കിൽ നമ്മുടെ ലൈൻസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ ചുരുക്ക് വരും. പിന്നെ തൊട്ടടുത്തുള്ള ലൈൻസൊക്കെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്. ഇലാസ്റ്റിക് പതിയെ വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് വെറുതെ വിട്ട് സ്റ്റിച്ച് ചെയ്യരുത്. കാരണം വലിഞ്ഞിരുന്നാലേ നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികളുടെ ഇതുപോലെ ഇതിന് ഷിറിങ് എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിക് ഷിറിങ് എന്നാണ് കേട്ടോ ഈ ഒരു പ്രോസസ്സിന് പറയുന്നത്. ശരിക്കും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ത്രെഡാണ്. അത് എല്ലാ വീടിനടുത്തുള്ള ഷോപ്പുകളിലും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. അത് ശരിക്കും നമ്മുടെ സേവിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടോ ഈസി ആയിട്ട് ഷിറിങ് ചെയ്തെടുക്കാം. കുട്ടികളുടെ ഡ്രസ്സിൻ്റെ യോക്കിലും സ്കേർട്ടിൻ്റെ വേസ്റ്റ് ഭാഗത്തൊക്കെ നിങ്ങൾ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് നമുക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇലാസ്റ്റിക് ആണെങ്കിലും ബ്ലാക്ക് കളറിലൊക്കെ അവൈലബിൾ ആണ്. ചില ഷോപ്പിലൊക്കെ കളർഫുൾ ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഡ്രസ്സിനും അനുസരിച്ചുള്ളത് വാങ്ങിയാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. കണ്ടോ നമുക്ക് അത്യാവശ്യം നല്ല വിരിവുള്ള ക്ലോത്ത് ആയിരുന്നു. ആവശ്യത്തിന് തന്നെ ചുരുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ച് നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്ങിനനുസരിച്ച് ഷേപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പിന്നിന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. പ്രഷർ ഫുട്ട് സാധാരണ നമ്മൾ തയ്ക്കുന്നത് പോലെ തന്നെ വെച്ചിട്ട് നമുക്കിനി ഇതിൽ ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറക്റ്റ് ഫിറ്റിങ്സ് എത്രയാണോ അതിനനുസരിച്ച് നമുക്കിത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് ഷിർഡ് സ്ലീവ്. ഇതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അടുത്തതും നമുക്ക് ഒരു ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ടുള്ള സ്ലീവ് തന്നെയാണ്. അതിനുവേണ്ടി ഞാനിവിടെ സാറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. സാറ്റിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് മടക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് താഴത്ത് 1/2 ഇഞ്ചിൻ്റെ വീതിയിൽ ഞാൻ ഇതുപോലെ മടക്കിയിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് ക്ലോത്ത് ആണെങ്കിലും ഇതുപോലെ അയൺ ചെയ്താൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അതിനുശേഷം ആദ്യം തന്നെ ഇതിൻ്റെ 1/2 ഇഞ്ച് മാത്രം വിട്ടിട്ട് മാക്സിമം വിട്ടിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് സ്ലീവ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തെ ആ ഒരു കനം കുറയ്ക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ആ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 ഇഞ്ച് മടക്കി വീണ്ടും കറക്റ്റ് ഒരു 1 ഇഞ്ച് മടക്കുക. 1/2 ഇഞ്ച് നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് മടക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നീട് 1 ഇഞ്ച് മടക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. കണ്ടോ, 1 ഇഞ്ച് മടക്കിയതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാതെ ആ ഒരു 1 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ആ 1 ഇഞ്ചിൻ്റെ ഇപ്പുറത്തേക്കാണ് നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കാനുള്ളത്. ഒരു 1 ഇഞ്ചിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് പിടിപ്പിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് വെച്ചാൽ നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട്. ആ ഒരു 1 ഇഞ്ചിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം എത്തുമ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് നിർത്തുക. അതിനുശേഷം നമുക്ക് നമ്മുടെ റിസ്റ്റിൻ്റെ അളവിൽ അല്ലെങ്കിൽ എവിടം വരെ ലെങ്ത് ആണോ നമ്മുടെ സ്ലീവിനുള്ളത് അവിടുത്തെ അളവിൽ ഇതുപോലെ ഇലാസ്റ്റിക് എടുത്തതിന് ശേഷം ആ ഇലാസ്റ്റിക് ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗം മുതൽ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ പകുതി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി ഒരു പകുതി 1/2 ഇഞ്ച് നമുക്കവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി ഏരിയയിൽ കൂടി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഡ്രസ്സിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. തുടങ്ങിയ സ്ഥലത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് നിർത്താം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇലാസ്റ്റിക് ഒന്ന് കറക്കി നമ്മൾ ആ ചുരുക്കുകളൊക്കെ ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. നമ്മുടെ സ്ലീവ് റെഡി. അപ്പോൾ ഇതും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ഈ ചാനലിൽ വരുന്നവർ ജസ്റ്റ് ഒന്ന് മറ്റുള്ള കണ്ടൻറ്റ് കൂടെ നോക്കുക. നമ്മുടേതൊരു ഫാഷൻ ഡിസൈനിങ് ചാനലാണ്. ഫാഷൻ ഡിസൈനിങ്ങിൽ ഉൾപ്പെടുന്ന എല്ലാ കണ്ടൻറ്റുകളും ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ഡിസൈനർ ഡ്രസ്സിൻ്റെ മേക്കിങ്ങും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ ഫാബ്രിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ട്.
ജസ്റ്റ് ഒന്ന് കയറി മറ്റുള്ള കണ്ടന്റും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇനി അടുത്ത സ്ലീവിന് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനും സ്ലീവ് റൗണ്ട് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. ഇതിനും നമുക്ക് ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ചിൽ നമുക്ക് ആദ്യം ആ സ്ലീവ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇലാസ്റ്റിക് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ റിസ്റ്റിൻ്റെയോ അളവിൽ എവിടെയാണോ നമുക്ക് ആ ലെങ്ത് വന്ന് നിൽക്കുന്നത് അവിടുത്തെ അളവിൽ നമ്മൾ ഇലാസ്റ്റിക് എടുത്തു. ഇതും 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ലോക്ക് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഇത്. ഇലാസ്റ്റിക് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഫാബ്രിക് ഒന്നും കൂടി മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തായിട്ടായിരിക്കും ഇരിക്കുക. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത സ്ലീവ് ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്തല്ല, അറ്റത്ത് പ്ലെയിനായിട്ട് ഫാബ്രിക് വന്നിട്ട് മടങ്ങിയിരുന്നിട്ട് അതിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് വന്നിട്ടുള്ളത്. രണ്ടും രണ്ട് അപ്പിയറൻസ് ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് എടുക്കുക, ഒരു മടക്ക് അതിലേക്ക് മടക്കി ഒന്നും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യരുത്, ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ളിലേക്കാക്കി ചുറ്റിനും തയ്ച്ചു കൊടുക്കുക. സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുക്കും, കാരണം നമുക്ക് സ്മൂത്തായിട്ട് ആ ഒരു സർക്കിൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇതുപോലെ ചുറ്റിനും വെച്ച് ഒരു തവണ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ 4ാമത്തെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ സ്ലീവാണ്. ഇഷ്ടമായവരൊക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. dearattire എന്ന് തന്നെയാണ് പേര്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലും മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ ഒരു 4 സ്ലീവ്സും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.